ബി.ജെ.പിയിലേക്ക് സ്ഥാനമാറ്റം വന്നു, ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ എന്താണ് തോന്നുന്നത് കോൺഗ്രസിൽ നിന്ന്? കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് മാറുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നു. കാരണം ബി.ജെ.പി ഒരു ദേശീയ തലത്തിൽ ഉള്ള ഒരു പാർട്ടിയാണ്, ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുപോലെ തന്നെ നല്ല നേതൃത്വം ഉണ്ടായിരുന്നു. മോഡിജി നല്ലൊരു നേതൃത്വമാണ് ഇന്ത്യക്ക് ആകെ. ലോകരാജ്യങ്ങൾക്ക് തന്നെ ഇപ്പോൾ മോഡി വലിയൊരു നേതൃത്വമായി മാറിയിരിക്കുകയാണ്. മറ്റ് നമ്മളെ പ്രധാനമന്ത്രിമാരൊക്കെ പണ്ട് പോകുമ്പോൾ മുട്ടുമടക്കി നിൽക്കുമ്പോൾ മോഡി ചങ്കൂറ്റത്തോടു കൂടിയാണ് ആ നേതൃത്വ നിരയിലാകെ പോയി. എന്തുകൊണ്ടാണ് നിലവിൽ കോൺഗ്രസിൽ അതിർത്തി ഉണ്ടാവാനൊരു സാഹചര്യം? അതായത് അവിടെ ബത്തേരി മണ്ഡലത്തിൽ നിരവധി ആരോപണങ്ങൾ വിധേയനായ സിറ്റിംഗ് എം.എൽ.എ വീണ്ടും മത്സരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ എൻ.എം. വിജയൻ എന്ന് പറയുന്ന DCCയുടെ ട്രഷറർ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും ആത്മഹത്യ ചെയ്തു. അങ്ങനെ നിരവധി അഴിമതി ആരോപണം നിലനിൽക്കുന്നു. ഇങ്ങനെയുള്ള ആളെ വീണ്ടും കാൻഡിഡേറ്റ് ആക്കുന്നു. 4ാം തവണ ഒരു ചേഞ്ച് മാറിക്കൊടുക്കുന്നില്ല. പുതിയ ഒരാൾക്ക് എൻട്രി ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് എന്താ വെച്ചാൽ പാർട്ടിയല്ല തീരുമാനിക്കുന്നത്. ബാക്കിയെല്ലാം പാർട്ടിയാണല്ലോ. ബി.ജെ.പി ആണെങ്കിൽ CPM ആണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, പാർട്ടിയുടെ തീരുമാനമാണ് ആര് കാൻഡിഡേറ്റ് ആകണം എന്താകണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല, കുറേ വ്യക്തികൾ കൂടി തീരുമാനിക്കണം. പിന്നെ പണമാണ് പ്രധാനം, പേയ്മെൻറ്റ് സീറ്റുകളാണ്, പലതും കച്ചവടം നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയിൽ നിൽക്കുന്നത് എങ്ങനെയാണ്? പണമില്ലാത്തവർ മത്സരിക്കണ്ടേ? അതാണ് പ്രധാനമായിട്ടുള്ള ഒരു പ്രതിഷേധമായിട്ട് ഇങ്ങനെ മാറാനൊരു ചേഞ്ച് എടുക്കാനുള്ള തീരുമാനം. പിന്നെ അവിടെ വികസന മുരടിപ്പുണ്ടാകും മണ്ഡലത്തിൽ. ഇപ്പോൾ നാളെ ബസ് നിർത്തിയിട്ട് പ്രതിഷേധിക്കുകയാണ്. പ്രൈവറ്റ് ബസ്സൊക്കെ തന്നെ നാളെ ഓടാതെ ആ മണ്ഡലം വളരെയധികം വികസനപരമായി പിന്നിലാണ്. അതൊരു കാരണമാണ്. അപ്പോൾ ഞാൻ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ ആ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയും. പക്ഷെ അതിനൊരു അവസരം തരുന്നില്ല, നിഷേധിക്കുക. അതെ 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 ആ മണ്ഡലത്തിൽ എല്ലാ വിഷയത്തിലും ഞാൻ സജീവമായിട്ട് ഇടപെടുന്ന ആള്. അതായത് ആന മനുഷ്യനെ ചവിട്ടിക്കൊല്ലുമ്പോഴും കടുവ മനുഷ്യനെ പിടിക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റ് കാർഷിക ഇഷ്യൂസ് ആണെങ്കിലും എല്ലാ വന്യമൃഗ വിഷയങ്ങളിലൊക്കെ ഞാൻ സജീവമായിട്ട് ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തനമാണ്. ഏതെങ്കിലും തരത്തിലൊരു മൂല്യച്യുതി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായോ? ഏതെങ്കിലും തരത്തിലൊരു മൂല്യച്യുതി സംഭവിച്ചോ? അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ മൂല്യച്യുതി സംഭവിച്ചിരിക്കുകയാണ്, പൂർണ്ണമായിട്ട് സംഭവിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. കുറേ ആൾക്കൂട്ടം മാത്രമേ ഉള്ളൂ. ഒരു പാർട്ടി എന്നല്ലൊക്കെ ഇപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറയുന്നു. കുറേ വ്യക്തികൾ മാത്രം തീരുമാനിക്കുന്ന തീരുമാനം പാർട്ടിയല്ല തീരുമാനിക്കുന്നത്. ആ നിലയ്ക്ക് മാറിയിരിക്കുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് ബി.ജെ.പിക്ക് നല്ല അനുകൂലമായ ഘടകമാണ്. ജനം ബി.ജെ.പിയെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഈ രണ്ട് മുന്നണികളും പരാജയമെന്ന് ജനം വിലയിരുത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വലിയ മുന്നേറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി കേരളത്തിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അണികളില്ലാതെ നേതാക്കന്മാർ മാത്രമായിട്ട് അതെ അണികളില്ല. അതിനകത്ത് ഒരു പ്രൊട്ടക്ഷൻ ഇല്ല. കുറേ നേതാക്കന്മാരിങ്ങനെ കൂടി കുറേ കാര്യങ്ങൾ തീരുമാനിക്കുന്നതല്ല. അതിനപ്പുറത്തേക്ക് ഈ ആ കൂടെ നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കാനുള്ള ഒരു ധാർമ്മികത ആ പാർട്ടിയിലുള്ള നേതൃത്വം കാണിക്കുന്നില്ല.